വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രം. ഇന്ന് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ജനപ്രിയരായ എഴുത്തുകാരിൽ ഒരാളായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതവും സാഹിത്യ സംഭാവനകളും പരിചയപ്പെടാം. 1908 ജനുവരി 21 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. പിതാവ് കായി അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞത്തുമ്മയും ആയിരുന്നു. സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാലം മുതൽ പഠനത്തോടൊപ്പം വായനയിലും സാമൂഹിക വിഷയങ്ങളിലും ബഷീറിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. യുവാവായിരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ബഷീർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സമരങ്ങളിൽ പങ്കെടുത്തതിനാൽ ബഷീർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കഴിയുകയും ചെയ്തു. ഈ അനുഭവങ്ങൾ പിന്നീട് ബഷീറിൻ്റെ രചനകളിൽ ശക്തമായി പ്രതിഫലിച്ചു. ജയിൽവാസത്തിന് ശേഷം ബഷീർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക, ഉത്തരേന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയും പിന്നീട് വിദേശ രാജ്യങ്ങളിലൂടെയും അദ്ദേഹം യാത്ര ചെയ്തു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹോട്ടൽ ജോലിക്കാരനായും പത്രവിൽപ്പനക്കാരനായും പാചകക്കാരനായും പുസ്തക വ്യാപാരിയായും ഉൾപ്പെടെ പല ജോലികളും ചെയ്തു. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തെ അടുത്തറിയുന്ന എഴുത്തുകാരനാക്കി മാറ്റി. ബഷീറിൻ്റെ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ലളിതമായ മലയാളമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ കഥകൾ സാധാരണ വായനക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നർമ്മവും പ്രണയവും ദുഃഖവും മനുഷ്യസ്നേഹവും ബഷീറിൻ്റെ കൃതികളിൽ സ്വാഭാവികമായി ഇടം പിടിക്കുന്നു. ബാല്യകാലസഖി ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ്. മജീദിൻ്റെയും സുഹറയുടെയും ഹൃദയസ്പർശിയായ പ്രണയകഥയാണ് ഇതിൻ്റെ പ്രമേയം. പ്രണയത്തിൻ്റെ നിഷ്കളങ്കതയും ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളും ഈ കൃതിയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പാത്തുമ്മയുടെ ആട് എന്ന കൃതി ബഷീറിൻ്റെ കുടുംബജീവിതത്തെ ആസ്പദമാക്കിയുള്ള നർമ്മ നോവലാണ്. സ്വന്തം വീട്ടിലെ സംഭവങ്ങളും കുടുംബാംഗങ്ങളുടെ സ്വഭാവങ്ങളും വളരെ സ്വാഭാവികമായും രസകരമായും അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇന്നും മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന കൃതികളിലൊന്നാണ് ഇത്. മതിലുകൾ മറ്റൊരു ശ്രദ്ധേയമായ കൃതിയാണ്. ജയിലിലെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ഈ കൃതിയിൽ കാണാൻ കഴിയാത്ത ഒരു സ്ത്രീയുമായുള്ള സ്നേഹബന്ധം വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മനുഷ്യവികാരങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന കൃതിയാണിത്. പ്രേമലേഖനം, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, അനർഘ നിമിഷം തുടങ്ങിയ കൃതികളും മലയാള സാഹിത്യത്തിൽ അനശ്വര സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ അവസാന കാലം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലായിരുന്നു. അവിടെയാണ് ബഷീർ എഴുത്തിലും വായനയിലും മുഴുകി ജീവിച്ചത്. ബഷീറിൻ്റെ വീട് ഇന്നും സാഹിത്യപ്രേമികൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ്. മലയാള സാഹിത്യത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ മാനിച്ച് നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും ബഷീറിന് ലഭിച്ചു. എന്നാൽ ഏറ്റവും വലിയ അംഗീകാരം വായനക്കാരുടെ ഹൃദയത്തിൽ നേടിയ സ്ഥാനമാണ്. ബഷീറിന് കിട്ടിയ ബഹുമതികൾ: പത്മശ്രീ അവാർഡ് 1982 ലഭിച്ചു, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, വള്ളത്തോൾ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ ബഷീറിന് ലഭ്യമായിട്ടുണ്ട്. 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു. ശരീരം ഇല്ലാതായെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്നും ജീവിക്കുന്നു. ഓരോ തലമുറയും ബഷീറിനെ പുതുതായി കണ്ടെത്തുകയും ബഷീറിൻ്റെ രചനകളിൽ നിന്ന് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു,
ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, കഥാബീജം, സർപ്പയജ്ഞം, നീലവെളിച്ചം, മുച്ചീട്ട് കളിക്കാൻ്റെ മകൾ, ഓർമ്മയുടെ അറകൾ എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥാകൃത്ത് മാത്രമല്ലായിരുന്നു, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ചിന്തകനും ജീവിതത്തെ ലളിതമായി കാണാൻ പഠിപ്പിച്ച ഒരു മഹാനായ സാഹിത്യകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിലെ മനുഷ്യസ്നേഹവും നർമ്മവും യാഥാർത്ഥ്യബോധവും മലയാള സാഹിത്യത്തിൻ്റെ അമൂല്യ സമ്പത്താണ്. ഇന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരും സാഹിത്യപ്രേമികളും ഒരുപോലെ ബഷീറിൻ്റെ കൃതികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. കാലം എത്ര മാറിയാലും ബഷീറിൻ്റെ സാഹിത്യത്തിന് പ്രസക്തി നഷ്ടമാകില്ല. ഈ മഹാനായ എഴുത്തുകാരനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.